Hello, good evening everyone. Welcome to another OET Speaking Speculation Live. This is me, 𝐎𝐤𝐞𝐚𝐤𝐬𝐴 joining you from Neethu's Academy. So yes, welcome back to another segment. I hope all of you are staying safe and healthy and your preparation is going well as well. So yes, good evening all of you. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനിലും സ്ട്രാറ്റജീസൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെ ആണെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളെല്ലാ ലൈവിലും ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ വാട്ട് എവർ വി ആർ ലേണിംഗ് ഇൻ എവറി ലൈവ്, യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് you get that information. അത് നിങ്ങൾ ജസ്റ്റ് ഫീഡ് ചെയ്ത് വെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ട്രൈയിങ് ഇറ്റ്. നമ്മൾ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ഈ ഒരു പെർഫോമൻസിൻ്റെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇംപ്രവൈസേഷനിലേക്ക് എത്താൻ സാധിക്കുക എന്നൊക്കെയുള്ളൊരു കാര്യത്തിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ എന്ത് നിങ്ങൾ കേട്ടാലും നിങ്ങൾ കണ്ടാലും അല്ലെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ചെയ്യാം, ഇതിനിങ്ങനെ പറയാം എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് മെമ്മറൈസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ബൈ ഹാർട്ട് എന്ന് പറയും അല്ലേ. അപ്പോൾ അതുപോലെ മെമ്മറൈസ് ചെയ്യുന്നതിന് പകരം അത് മനസ്സിലാക്കി, ഇനിയിപ്പോൾ നിങ്ങൾ മെമ്മറൈസ് ചെയ്താൽ തന്നെ അത് മെമ്മറൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടോണിൽ, വോയിസ് മോഡുലേഷനിൽ അതൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന റോൾ പ്ലേസിൽ അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് തുടക്കത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ ഒരു പോസ് വന്നിട്ടുണ്ടാവാം, ഒരു ഫ്ലുവൻസിന് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ പോലും നിങ്ങളത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിലാണ് നിങ്ങൾ എൻ്റെ പെർഫോമൻസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു വാക്ക് പഠിച്ചു, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ ടാസ്കിൽ കണ്ടാൽ അതിന് ഐ വിൽ ടേക്ക് യു ത്രൂ വാട്ട് വി ആർ ഗോയിങ് ടു ഡു നെക്സ്റ്റ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചു. അത് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്സ് എന്നുള്ളത് ടാസ്കിൽ കണ്ടു, റോൾ പ്ലേ ചെയ്യുമ്പോൾ അത് കാണുകയും 3 minutes നിങ്ങളോട് തന്നെ നിങ്ങൾ പറയണം, ഓക്കെ ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്, അപ്പോൾ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്രേസാണ്, അതവിടെ പറയാം എന്നുള്ള രീതി നിങ്ങൾക്കത് പ്ലാൻ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ഡൂയിങ് ഇറ്റ്, യു ആർ ഹാഫ് വേ ത്രൂ. പിന്നെയുള്ളത് അത് പറയുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലാൻ ചെയ്ത് വെച്ച കാര്യം ഈ റോൾ പ്ലേ ചെയ്യുമ്പോൾ പലപ്പോഴും പല സ്റ്റുഡൻസും പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, എല്ലാം എനിക്ക് 3 minutes ഞാൻ പ്ലാൻ ചെയ്യും. ഇപ്പം മാം പറഞ്ഞതുപോലെ തന്നെ ഇത് ട്രാൻസിഷൻസ് മറ്റത് ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ അല്ലെങ്കിൽ റോൾ പ്ലേ ചെയ്തു തുടങ്ങുമ്പോൾ ഒരു ടെൻഷനാണ്, മൊത്തത്തിലൊരു ബ്ലാങ്ക് സിറ്റുവേഷനാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പലപ്പോഴും എനിക്ക് പറയാൻ പറ്റാറില്ല. ഇങ്ങനത്തെ ഒരു പോയിന്റ് പലപ്പോഴും സ്റ്റുഡൻസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. ഒരെണ്ണം കുറച്ച് സൈക്കോളജിക്കലാണ്, നിങ്ങൾ തന്നെ സ്വയമേ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരെണ്ണം ഒരു സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങളുടെ കാർഡിൽ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ നോട്ട് ചെയ്ത് വെക്കാൻ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്യാനുള്ളത് കൊണ്ട് I will never recommend you to write down every sentences. Okay, നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സെൻറ്റൻസ് ആയിക്കോട്ടെ, ഫ്രേസ് ആയിക്കോട്ടെ, അതൊക്കെ ഒരു മുഴുവൻ സ്റ്റേറ്റിൽ അതുമേൽ എഴുതി വെക്കുക അല്ലെങ്കിൽ കാർഡിൽ കുത്തിക്കുറിക്കുക എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു കോഡ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാം. ആ കോഡ് അത് ചിലപ്പോൾ ഒരു സിമ്പിൾ ആവാം, ഒരു സൈൻ ആവാം, അല്ലെങ്കിൽ ഒരു അക്ഷരമാവാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാക്കാവാം, ആ സെൻറ്റൻസിലുള്ളൊരു വാക്കാവാം. അങ്ങനെ എന്താണോ അവിടെ ഉള്ളത് അതെന്ത് ചെയ്യുക, അത് നിങ്ങൾ ആ പർട്ടിക്കുലർ ടാസ്ക് എവിടെയാണോ അത് പറയേണ്ടത് അവിടെ അത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളുടെ കാർഡിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എഴുതി കൂട്ടി വെക്കുമ്പോൾ എന്താ ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് 1-to-1 സെഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരെയുമില്ല. അത് മാത്രമല്ല, കുറച്ചുകൂടെ നിങ്ങൾക്കതിൽ നോക്കി വൃത്തിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈക്കോളജിക്കൽ എലമെൻ്റാണ്. നിങ്ങളോട് തന്നെ പറയുക, ഇത് പറ്റും, എന്നെ കൊണ്ടത് ചെയ്യാനൊക്കെ സാധിക്കും, ഓക്കെ ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നില്ല, അപ്പോൾ അതെന്തായാലും ഇത് പറയാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, നമ്മൾ സെൽഫായിട്ട് ഇതെന്താ ഇത്, എന്നാൽ ഇത് ഞാൻ എങ്ങനെ പറഞ്ഞു തീർക്കും എന്നുള്ളൊരു പോയിന്റിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമുക്കിത് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അങ്ങനെയൊന്നുമില്ല, നിങ്ങളെ കൊണ്ടത് സാധിക്കും. ടോട്ടലി നിങ്ങൾക്കിപ്പോൾ റീഡിങ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ലിസണിങ് കേട്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കറക്ഷൻസ് ബേസ് ചെയ്ത് അത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രം മതി. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ ഒരു കാർഡ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു ട്രെയിനർ പറഞ്ഞു തരുമ്പോൾ അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും.
ആ പെർട്ടിക്കുലർ കാർഡ് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും. ഓക്കെ, പക്ഷെ ആ കാർഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ മറ്റൊരു കാർഡ് ലഭിക്കുമ്പോൾ അതിലത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളിടത്താണ് നിങ്ങളുടെ ഒരു വിജയം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്ത് പോവുക. അതല്ലാതെ മാം ഈ കാർഡ് ഞാൻ എങ്ങനെ ചെയ്യേണ്ടേ, ഓ ഈ കാർഡ് ഇങ്ങനെയാണല്ലേ, ഇവിടെ ഇങ്ങനെയാണല്ലേ പറയേണ്ടത്, ഓക്കെ ഈ ടാസ്ക് ഇങ്ങനെയാണല്ലേ, ഫൈൻ, യു ആർ ഗെറ്റിംഗ് ഇൻഫർമേഷൻ. ആ ടാസ്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഡീറ്റെയിൽ നമുക്ക് കിട്ടി. പക്ഷേ അതേ സ്ട്രാറ്റജി തന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്യും. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് കിട്ടുന്ന കാർഡുകൾക്കൊക്കെ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് സിമിലർ ആണല്ലേ. പലപ്പോഴും തന്നെ നമ്മൾ കണ്ടില്ലേ ടാസ്കുകളുടെയൊക്കെ ഒരു ഓർഡർ. പിന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളുള്ള ഒരു മൊഡ്യൂളാണ് എന്ത്, സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഫെമിലാരിറ്റി വരികയും കോമൺ ആയിട്ട് വരുന്ന എക്സാം ടോപ്പിക്സിലൊക്കെ നിങ്ങൾ കോണ്ടെക്സ്റ്റുകളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന 1-to-1 കറക്ഷൻസ് സ്ട്രാറ്റജൈസ് ചെയ്ത് നിങ്ങളത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈസിലി, ട്രസ്റ്റ് മീ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും പ്രസൻറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ ലൈവിലാണെങ്കിലും സ്പീക്കിംഗ് ക്ലബിലാണെങ്കിലും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നത് എക്സാം മോഡൽ കാർഡ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കാര്യം അവിടെ കഴിഞ്ഞു. ഓക്കെ, കോമൺ ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് കാർഡുകൾ ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ടാസ്കുകൾ ഏതൊക്കെയാണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടി. രണ്ടാമത്, ഇതിലെല്ലാത്തിലും ഞാൻ നിങ്ങൾക്ക് ഓരോ സ്ട്രാറ്റജി പറഞ്ഞിരുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ റീഅഷ്യൂർ എന്ന് കണ്ടാൽ ഇങ്ങനെ പറയൂ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് കണ്ടാൽ ഇങ്ങനെ പറയൂ, അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസ് തരുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ലിറ്ററലി പറഞ്ഞാൽ ഒരു ബേബി സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ഇൻഫൻറ്റ് ലെവലിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് പറഞ്ഞിരുന്നത്, ഓരോ പോയിൻറ്റ്സുകൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ്. അപ്പോൾ അത് നിങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്യുക. ഓക്കെ, അന്ന് കാർഡ് ചെയ്തപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു കാർഡിൽ ഇതാ ചെയ്യാനാണ് പറഞ്ഞത്, അന്ന് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്, ഇപ്പോഴും ഈ ടാസ്കിലും ഇത് തന്നെയല്ലേ ഇവർ ആവശ്യപ്പെടുന്നത്, എൻകറേജ് ചെയ്യാനല്ലേ ആവശ്യപ്പെടുന്നത്, അപ്പോൾ ഇങ്ങനെ ഒന്ന് എൻകറേജ് ചെയ്ത് നോക്കിയാലോ എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ. അതല്ലാതെ ഒരു കാർഡ് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആ കാർഡ് മാത്രം ചെയ്ത് നിർത്തുക എന്നുള്ളൊരു എലമെൻറ്റിലേക്കല്ല, ആ കാർഡിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് അതേ കോണ്ടെക്സ്റ്റിൽ മറ്റൊരു കാർഡ് വരുമ്പോൾ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഇനി ഇത്രയും ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയാൻ കാരണം, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാർഡിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് സ്പേസ് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കാർഡാണ്. അതിൽ നമ്മൾ നോർമലി കണ്ടുവരുന്നൊരു ഇൻട്രൊഡക്ഷൻ പാറ്റേൺ അല്ല, കുറച്ചൊരു വ്യത്യസ്തമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ പാറ്റേൺ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ് മീ ഷെയർ ദ കാർഡ് ഫോർ യു. അപ്പോൾ കാർഡ് ഷെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യാം. അതിൽ 3 minutes ആയിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈം വരുന്നത് കേട്ടോ. സോ ദിസ് ഇസ് ദ കാർഡ്, ദിസ് ഇസ് ദ കാർഡ്. And remember, you have 3 minutes to prepare.
Alright everyone, so I hope you got enough time to go through the card. You might have understood the context here. അപ്പോൾ എന്താണ് സിറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. So you see a 32-year-old patient who has just been brought in by ambulance complaining of acute chest pain and dizziness. The patient is anxious and visibly distressed. Your role is to conduct initial assessment. ഇവിടെ what we need is to understand the context. അപ്പോൾ ഇതിൽ നമുക്ക് സെറ്റിംഗ് എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് വിസിബിൾ ഹിയർ, സോ ലെറ്റ് മീ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഫോർ യു. സോ സെറ്റിംഗ് എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ആൻഡ് വെൻ യു റീഡ് ദി ഡീറ്റെയിൽസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ പേഷ്യൻ്റ് എന്ന് പറയുന്നത് 32-year-old ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണ്. പേഷ്യൻ്റ് ആംബുലൻസിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ജസ്റ്റ് ബീൻ ബ്രോട്ട്, ഇപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ. പേഷ്യൻറ്റിന് എന്താ ഉള്ളത്? അക്യൂട്ട് ചെസ്റ്റ് പെയിൻ. പേഷ്യൻ്റ് ഹാസ് അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ആൻഡ് ഡിസിനസ്. Patient is anxious and visibly distressed. Your role is to conduct the initial assessment. First task, reassure the patient in safe place, common situation, medical assistance, find out any immediate questions or concerns. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു അൺനോൺ കേസാണ് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നോർമലി നമ്മൾ അൺനോൺ കേസ് ഡീൽ ചെയ്യുമ്പോൾ we say, hi, good evening, my name is Richa, one of the registered nurses working in this hospital's emergency department. May I know the reason for your visit, please? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ല. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഓക്കെ, ഐ എം റിയലി സോറി ടു ഹിയർ ദാറ്റ്, ബട്ട് പ്ലീസ് ഡോണ്ട് വറി, ലെറ്റ് മീ ഹെൽപ്പ് യു വിത്ത് ഇറ്റ്, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് യുവർ നെയിം ആൻഡ് ഏജ്. ഇതിനൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷനിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. പേഷ്യൻറ്റിനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതും പേഷ്യൻറ്റിന് ഡിസിനസ് ഉള്ളൊരു പേഷ്യൻറ്റുമാണ്. അപ്പോൾ ഫസ്റ്റ് ടാസ്കിൽ നമ്മളോട് പറയുന്നത് തന്നെ പേഷ്യൻറ്റിനെ റീഅഷ്യൂർ ചെയ്യുക എന്നുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട്. അതിനർത്ഥം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗ്രീറ്റ് ചെയ്തിട്ട് നമ്മൾ റീഅഷ്യൂർ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ആംബുലൻസിലാണ് പേഷ്യൻറ്റിനെ കൊണ്ടുവന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം പേഷ്യൻ്റെ പേര് പാരാമെഡിക്സിൻ്റെ കയ്യിലുണ്ടാകും എന്നുള്ളൊരു കാര്യം വേണമെങ്കിൽ നമുക്ക് ലോജിക്കലി അത് ഡുവബിൾ ആണല്ലേ. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ഒരു കോണ്ടെക്സ്റ്റിൽ അങ്ങനെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് പേരൊക്കെ ചോദിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ പ്ലീസ് ഡോണ്ട് വറി, യു ആർ ഇൻ സേഫ് പ്ലേസ്, വി ആർ ടേക്കിംഗ് കെയർ ഓഫ് യു എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിച്ചിട്ട് മൈ നെയിം ഇസ് ആദ്യം പറഞ്ഞിട്ട്, സോ ഐ ബി അറ്റൻഡിങ് ടു യു, മൈ നെയിം ഇസ് റിച്ച്, ഐ ആം ദ രജിസ്റ്റർഡ് നഴ്സ് ഓൺ ഡ്യൂട്ടി ടുഡേ. സോ ആ ഒരു റീഅഷുറൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം, സോ ബിഫോർ വി ഗെറ്റ് ഇൻ എനി ഫർദർ ഡിസ്കഷൻ, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ടു ആസ്ക് മീ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ ഐ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു വിത്ത് ദാറ്റ്, ബട്ട് ബിഫോർ ദാറ്റ് കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് യുവർ നെയിം ആൻഡ് ഏജ് എന്നുള്ള രീതിയിൽ അതിൻ്റെ കൂടെ ചെയ്തു പോകാം. ഓക്കെ, ഇനി ഇതല്ല, അപ്പോൾ ഇങ്ങനെ പോകുന്നതിന് പകരം എനിക്ക് കുറച്ചുകൂടെ ലോജിക്കലി ഓക്കെ ആയിട്ട് തോന്നുന്നത് പാരാമെഡിക്സ് കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ ആംബുലൻസിൽ കൊണ്ടുവരുമ്പോൾ പേരും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി കൂടെയുള്ള ബൈസ്റ്റാൻഡറും ആരെങ്കിലുമൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് ആകുമ്പോൾ നമുക്ക് അത് വെച്ച് ചെയ്യാം. അപ്പോൾ അത് വെച്ച് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ 3 മിനിറ്റ്സിൽ ചോദിക്കുകയാണ്, പേര് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പേര് പറഞ്ഞു മെറിൻ. ദിസ് ഈസ് ദ നെയിം ഓഫ് ദി പേഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ മെറിൻ എന്നുള്ളതാണ് പേര്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? കോണ്ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കോണ്ടെക്സ്റ്റ് ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? മിസ് മെറിൻ, ഐ ഹോപ്പ് യു ക്യാൻ ഹിയർ മീ ആൻഡ് പ്ലീസ് ഡോണ്ട് വറി, ഐ ക്യാൻ സീ ദാറ്റ് യു ആർ ഹാവിങ് യു ആർ ഫീലിംഗ് ബിറ്റ് ഡിസി, ബട്ട് പ്ലീസ് ഡോണ്ട് വറി, യു ആർ ഇൻ എ സേഫ് പ്ലേസ് ആൻഡ് what you're going through is a quite natural situation, but do not worry, everything is under control, we will be taking care of you, we will provide you with immediate medical assistance എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. എന്നിട്ട് പറയാം, സോ മൈ നെയിം ഇസ്, അതിൻ്റെ കൂടെ തന്നെ പറയാം, we will provide you medical assistance, my name is Rich, I'll be taking care of you today, I'm a registered nurse on duty, so before we start, could you please tell me whether you have any questions to ask me എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതായിരിക്കണം ഇതിൻ്റെ ഒരു സെറ്റിംഗ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ചില കേസുകളിൽ നിങ്ങൾ കഥ പറയേണ്ട ആവശ്യമില്ല. കഥ ആസിൻ നിങ്ങളവിടെ ഹായ് സുഖമാണോ എന്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്, ഇങ്ങനെ ചോദിച്ചു പോകേണ്ട ആവശ്യമില്ല. ചില കേസസ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ട കേസുകൾ വരാം. അപ്പോൾ അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ലോജിക് അപ്ലൈ ചെയ്യുക. അതിന് നമ്മൾ ഇൻട്രൊഡക്ഷനൊക്കെ അതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് ചെയ്ത് പോകുമ്പോഴേക്കും അത് നാച്ചുറലി അത് അവിടെ സൗണ്ട് ചെയ്തോളും. ആ ഒരു രീതി നമുക്കത് പ്രസൻറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് ടാസ്ക് നോക്കിയേ.
Establish consent for the initial treatment and investigations. Find out any immediate questions or concerns ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും അടുത്ത പോയിന്റിൽ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് അനുമാനിക്കാം, അങ്ങനത്തെ ഒരു ചോദ്യത്തിന് അവരൊന്നും പറയുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാം. ഇല്ല, എനിക്ക് വേറെ കൺസേൺസോ എനിക്കൊന്നും ചോദിക്കാനില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഓക്കെ അങ്ങനെയാണെങ്കിൽ കൻ ഐ ഗെറ്റ് യു കൺസെൻറ്റ് ഫോർ ദി ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പം അവർ പറഞ്ഞു ഓക്കെ അതെടുത്തോളൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ടാസ്ക് എന്താണ്, ഡിസ്ക്രൈബ് മോണിറ്ററിങ് ആസ് എ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കേസ് പറയുമ്പോഴേക്കും ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം ഓക്കെ നിങ്ങളാണോ ട്രീറ്റ്മെൻറ്റ് തരാൻ പോകുന്നത്, ഓക്കെ അത് ഡോക്ടർ വരില്ലേ ഇപ്പോൾ എന്നുള്ളൊരു എന്തെങ്കിലും ഒരു കൺസേൺ വരുവാണെങ്കിൽ അതിനർത്ഥം നമുക്ക് അടുത്ത പോയിന്റ് കൂടെ സ്ട്രെസ് ചെയ്ത് പറയാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് പറയും, സോ മിസ് മെറിൻ ലെറ്റ് me tell you about the importance of monitoring you. It's a standard procedure. We need to check your vitals and then we will decide on the appropriate treatment for you. So based on that we can look at the outcomes. എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് അവിടെ കഴിയും. എന്നിട്ട് നമ്മൾ പറയുകയാണ് സോ വി നീഡ് ടു ക്ലിനിക്കലി ഒബ്സർവ് യു. ഓക്കെ വി നീഡ് സം ക്ലിനിക്കൽ ഒബ്സർവേഷൻസ്. വി നീഡ് ടു ചെക്ക് യുവർ ബ്ലഡ് പ്രഷർ ലെവൽ, യുവർ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽസ് ആൻഡ് യുവർ ടെമ്പറേച്ചർ ആൻഡ് ഓൾസോ വി നീഡ് ടു ലുക്ക് ഇൻ ടു an ECG ടു ചെക്ക് യുവർ ഹാർട്ട് റേറ്റ് എന്നോ ആ ഒരു പോയിന്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദീസ് ആർ വെരി സ്റ്റാൻഡേർഡ് ദീസ് ആർ ദ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് വി നീഡ് ടു ക്യാരി ഔട്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഈ ഒരു ടാസ്കും കഴിയും. എന്നിട്ട് അവിടെ പേഷ്യൻ്റ് പറഞ്ഞു ഓക്കെ ശരി എനിക്കിവ മനസ്സിലായി എന്ന് പറയുമ്പോൾ അടുത്ത ടാസ്ക് എന്താ, എക്സ്പ്ലോർ ആണ്. എക്സ്പ്ലോർ എന്ന് പറയുന്നൊരു പോയിന്റ് ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിൻ്റാണ്. ഇൻഫർമേഷൻ ഗ്യാദറിങ് ആണ് ഈ എക്സ്പ്ലോർ എന്ന് പറയുന്നത് അല്ലേ. എക്സ്പ്ലോർ ഈസ് അനദർ വേ ഓഫ് സെയിങ് ഫൈൻഡ് ഔട്ട്. ഈ ഫൈൻഡ് ഔട്ടിൻ്റെ മറ്റൊരു വേർഷനാണ് എക്സ്പ്ലോർ. ആൻഡ് നമുക്ക് എന്താണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്, പേഷ്യൻ്റെ മെഡിക്കൽ ഹിസ്റ്ററിയാണ്. സോ ഐ ക്യാൻ സേ സോ ബിഫോർ വി പ്രൊസീഡ് എനി ഫർദർ ഐ നീഡ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ് അബൌട്ട് യുവർ മെഡിക്കൽ ഹിസ്റ്ററി. വിൽ ദാറ്റ് ബി ഓക്കെ വിത്ത് യു? ദാറ്റ്സ് ഓക്കെ. ഡു യു ഹാവ് എനി ഹിസ്റ്ററി ഓഫ് ആങ്സൈറ്റി? ഡു യു ഹാവ് എനി ഹിസ്റ്ററി ഓഫ് ആങ്സൈറ്റി? ഇവിടെ എനി ഹിസ്റ്ററി ഓഫ് ആങ്സൈറ്റി അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ട് ഡു യു ഹാവ് എന്ന് മാത്രം ആഡ് ചെയ്താൽ മതി. ഡു യു ഹാവ് എനി ഹിസ്റ്ററി ഓഫ് ആങ്സൈറ്റി? Current medications. Do you take any medications എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ are you under any medications or currently are you taking any medications എന്നൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. relevant habits എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ചോദിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ, ലൈക്ക് do you have any particular habits എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. do you have anything habitual അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതിനൊക്കെ പേഷ്യൻ്റ് റിപ്ലൈ തരും. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് വന്നിരിക്കുന്നത്. സോ വാട്ട് യു ക്യാൻ ഡു ഇറ്റ്, സോ moving on I would like to talk to you about what we are going to do next. Connecting to monitors. അപ്പോൾ നമ്മൾ പറയാണ് so for our clinical observation we will be connecting you to the monitors. The doctor will be here to assess you and review you, and we may need to do some necessary investigations like the blood test to make sure everything is all right. And at the point like so we hope that you understood all the points. So do you have any concerns or questions എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോയിന്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് ചോദിക്കാം സോ യു ഹാവ് എനി കൺസേൺസ് എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ കൺസേൺ ഉണ്ടെങ്കിൽ കൺസേൺ പറയും, ഇല്ലെങ്കിൽ അവരൊന്നും പറയില്ല അല്ലേ. അപ്പോൾ അതനുസരിച്ച് അവരെന്താണോ റിപ്ലൈ തരുന്നത് അതനുസരിച്ച് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. പ്രൊവൈഡ് ക്ലിയർ ഇൻഫർമേഷൻ അബൌട്ട് വാട്ട് ടു എക്സ്പെക്ട് നെക്സ്റ്റ്. അപ്പോൾ അവിടെ കൺസേൺസ് എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ആണല്ലോ, അപ്പോൾ എന്തായിരിക്കും ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു മീ എന്നൊരു ക്വസ്റ്റൻ ആ പേഷ്യൻ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മിസ് മെറിൻ ഐ അണ്ടർസ്റ്റാൻഡ് യു ഹാവ് മെനി കൺഫ്യൂഷൻസ് ആൻഡ് യു റിയലി വറീഡ് അബൌട്ട് യുവർ കണ്ടീഷൻ. സോ ലെറ്റ് മീ ഗീവ് യു എൻ ഐഡിയ അബൌട്ട് വാട്ട് ടു എക്സ്പെക്ട് നെക്സ്റ്റ്. So we need to wait for the results after you undergo the investigation procedures, and as I mentioned we will be having a doctor consultation, and then you may most probably possible എന്ന് പറയുമ്പോൾ probably ആണല്ലേ, so most probably you will be admitted or you need to stay at the hospital. ഈ admission എന്നുള്ളത് you will be ക്ക് പകരം you may need hospitalization എന്ന് പറയാം കേട്ടോ. you may need hospitalization for observation, and after that we will discharge you. Okay, and if everything is okay and if everything is normal we will discharge you, അല്ലെങ്കിൽ you will be discharged എന്ന് പറയാം കേട്ടോ. we will discharge you അല്ലെങ്കിൽ you will be discharged. So I hope you get my points.
എന്നിട്ട് ചോദിക്കും എൻകറേജ് പേഷ്യൻറ്റ് ടു സ്റ്റേ കാം ആൻഡ് കോൺഫിഡൻറ്റ്. അവിടെ നമുക്ക് പിന്നെയും പറയാം. സോ ഐ അണ്ടർസ്റ്റാൻഡ് യു ആർ സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആൻഡ് വറീഡ് അബൌട്ട് എവറിഥിങ്. സോ പ്ലീസ് ഡോണ്ട് വറി. വി ഹാവ് an expert team here to take care of you. You are in safe hand. Our medical team is well versed and they have a lot of experience in dealing with cases like this. So there is nothing for you to be overly concerned about. So please stay calm and be confident. We will be there with you every step of the way. ഇത് നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ. We will be there with you in every step of the way. In every step of the way. Okay, or in every step of way ക്ക് പകരം your recovery എന്ന് പറഞ്ഞാലും മതി. Okay, so depending on the context നിങ്ങൾക്ക് അതനുസരിച്ച് മാറ്റി പറയാം കേട്ടോ. ഇത് നല്ലൊരു സ്റ്റെപ്പ്. We will be there with you in every step of your way, in every step of your recovery process, അല്ലെങ്കിൽ റിക്കവറി ജേർണി, അങ്ങനെയൊക്കെ പറയാം. സോ പല രീതിയിൽ നമുക്കത് കണ്ട് ഫിനിഷ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, സോ പ്ലീസ് ബി റിലാക്സ്ഡ്, പ്ലീസ് ബി ഹിയർ. ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദി ക്ലിനിക്കൽ ഒബ്സർവേഷൻ, അല്ലെങ്കിൽ ഐ സ്റ്റാർട്ട് വിത്ത് ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമുക്കത് വൈൻഡപ്പ് ആക്കാൻ പറ്റും. അതാണ് അങ്ങനത്തെ ഒരു എൻഡിലേക്ക് നമ്മൾ പോകണം. കാരണം ഈ കോൺവെർസേഷൻ തീരുന്നുണ്ടോ? ഇല്ല. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകും. അതിനുശേഷം ഡോക്ടേഴ്സ് റിവ്യൂവും കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് മൊത്തത്തിൽ കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റാണ് നമ്മൾ മൊത്തത്തിൽ മീൻസ് പ്രസൻറ്റ് ചെയ്യുന്നതും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നതും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മൊത്തത്തിൽ ഈ ടാസ്ക് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള നഴ്സസ് ഡയലോഗ് മാത്രമായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ ഞങ്ങൾക്ക് 1 മിനിറ്റ് ടൈം കൂടെ തരുകയാണ് മൊത്തത്തിൽ കാർഡ് ഒന്നുകൂടെ ഒന്ന് വായിക്കാനായിട്ട്. സോ ടേക്ക് ദാറ്റ് 1 minute ടൈം ആൻഡ് പ്ലീസ് റീഡ് ദ കാർഡ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾ മൊത്തത്തിലൊന്ന് നോക്കുക. ഇതിവിടെ അങ്ങനെ പറയാം ഇങ്ങനെ പറയാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലൊന്ന് പ്ലാൻ ചെയ്യുക. അതിനുശേഷം ഞാൻ 1 to 1 മീൻസ് ഞാനത് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾ ടാസ്കുകളുടെ ഓർഗനൈസേഷൻ നോക്കുക. എങ്ങനെയാണ് ഓരോ ടാസ്ക് ഞാൻ ചെയ്തു പോകുന്നത്, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടും ആ രീതിയിലൊക്കെ തന്നെ പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. സോ 1 minute സ്റ്റാർട്ട്സ് നൗ.
അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നുകൂടെ നോക്കിയിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ഒരു ആസ്പെക്റ്റിൽ എങ്ങനെയാണ് ചെയ്ത് പോകേണ്ടതെന്നുള്ളത് നോക്കാം. നഴ്സസ് ഡയലോഗ് മാത്രമായിരിക്കും ഞാൻ പറയുന്നത്. സോ പ്ലീസ് ഫോക്കസ് ഓൺ ടു ദാറ്റ്. ഓക്കെ. Hello, Miss Marin. Please be relaxed. You are in a safe place, and whatever you're going through right now is a very common natural reaction. Please be relaxed. We are providing medical assistance to you at the moment, so you are in safe hands and everything is all right. My name is Richa, and I'll be taking care of you today. I work as a registered nurse at this hospital, so please be relaxed. So before we get into any further discussion, would you like to ask me any questions? All right. So based on what you told me, I understand that you're really concerned about your situation, but as I told you, there is nothing for you to be worried about. I'll be taking care of you right now. So first we need to do some initial treatment, and for that we need to carry out some investigations. So is that okay with you? I can sense your concern, but let me tell you, monitoring you is a basic standard procedure that we need to do right now, because we need to take the vitals, and after that only we can decide on the appropriate treatment, and we can expect good outcomes based on that. And based on the outcomes also, we can make the necessary changes and the needs that you need, the changes that you need to make. And we need to carry out clinical observations. It's like we need to check your blood pressure, we need to check your temperature and also your oxygen levels. And we also need to perform an ECG to check your heart rate. So these are all the investigation procedures we need at the moment. I hope you understand. So is there anything else you would like to ask me? No. Okay, so well, in that case, I would like to talk to you about a few things. Before that, I need to ask you a few questions about your medical history. Will that be okay? Yes. Do you have any history of anxiety? Do you take any medications? Do you have any habits, anything that you do on a regular basis? Okay, thank you so much. So let me tell you what we are going to do next. We need to connect you to the monitors, and after that the doctor will be here to do the consultation and to make a review about your condition. And the necessary investigations we need to carry out is blood tests, and as I mentioned, we need ECG to make sure that everything is okay, and we need to find out what is the reason behind your acute chest pain and the dizziness that you're experiencing right now. So I hope you understood what we are going to do next. So do you have any concerns or questions? Well, it's totally understandable to feel this way, because you must be having really a lot of concerns, and you must be really worried about what you're going through at the moment. But if it gives you any peace of mind, let me assure you that you're in safe hands. We have a very good medical team here to look after you and provide you appropriate treatment. But before that, let me tell you what you can expect, so that you can relax and you would know what is going to happen next. So we need to wait for the results after the investigation procedures, and based on that the doctor will review you, and most probably you might need to be admitted at the hospital, or you might need hospitalization. And once everything is okay and once you are stable, we can discharge you, or the doctor will discharge you. And after that, so I hope it's clear to you. Do you have any further questions to ask me? No. So please be relaxed. As I mentioned, everything is looking fine, and we will provide you with initial treatment and everything, and the doctor will be here to do the review, and we will carry out some investigation procedures to find out the exact problem, and based on that we will start with the appropriate treatment. So please be relaxed and calm and be confident. As I mentioned, we have an expert medical team here to look after you. We will be there with you every step of the day, every step of the way, so there is nothing for you to be overly concerned about. So is there anything else I can help you with? No. Okay, so please be please relax. I'll start with the clinical observation right now. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ പിക്ചർ കേട്ടോ. അപ്പോൾ ദിസ് ഇസ് ഹൗ യു ക്യാൻ പ്രസൻറ്റ് ദിസ് പർട്ടിക്കുലർ കാർഡ്. ആൻഡ് ഇഫ് യു ഹാവ് any questions, okay, it is always important. Like നിങ്ങൾ ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് സംശയങ്ങൾ വരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ ഒരു ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് തന്നെയാണെങ്കിലും നമ്മൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ക്ലിയർ ടു യു എന്ന് നമ്മൾ ഇടയ്ക്ക് നമ്മൾ ചോദിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ആ ഒരു സ്പേസ് കിട്ടി. നിങ്ങൾക്ക് അറിയാം അവിടെ ഒരു ഈസ് ക്ലിയർ ടു യു ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സ്റ്റിൽ ഇഫ് യു ഫീൽ ലൈക്ക് യു വാണ്ട് സം ടൈം ടു തിങ്ക് ഓർ പ്രോസസ്, ഇത് ഇവിടെ പറയാമോ അങ്ങനെയാണോ എങ്ങനെയാണോ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു സമയം വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ ട്രൈ. എന്ന് വെച്ച് എല്ലായിടത്തും കയറിയിട്ട് അങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് പോകണം എന്നല്ല. അത് ഒരു നയത്തിന് ഒരു തഞ്ചത്തിന് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് പോകുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമുക്കിത് പ്രസൻറ്റ് ചെയ്തത്. സോ ഐ ഹോപ്പ് യു ഗോട്ട് എ പിക്ചർ അബൌട്ട് ഇറ്റ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ, ഞാൻ കുറേ റീഅഷ്യൂറൻസ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഐ മീൻ വെരി റീഅഷ്യൂറിങ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. ഒത്തിരി റീഅഷ്യൂറൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് ചെയ്യാൻ കാരണം ഇവിടെ പേഷ്യൻ്റ് നല്ല വറീഡാണ്.
പേഷ്യൻ്റ് ആങ്ഷ്യസ് ആണെന്നും വിസിബിളി നല്ല ഡിസ്ട്രെസ്ഡ് ആണെന്നും നമ്മുടെ കാർഡിൽ നല്ല രീതിയിൽ തന്നിട്ടുണ്ട് അല്ലേ, അവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ അത്രയും റീഅഷുറൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കൺസേൺഡ് കേസസ് വരുമ്പോൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് എ പിക്ചർ അബൌട്ട് ദിസ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ വിൽ ബി കമ്മിങ് ബാക്ക് I'll be coming back with one of my colleagues tomorrow for the mock test presentation and the discussion, and we will have the live segments on every Tuesdays and Wednesdays at the same time, like 5:30 to 6:30 p.m. So make sure that you guys are there and we can discuss the recent exam model cards and prepare together. Okay, so thank you so much for tonight, guys. I'll be coming back tomorrow. Until then, take care. Good night.